പതിവ് പോലെ യാനിൻ്റെ കോളേജ് ലൈഫ്. അവന് ക്ലാസ്സിലിരിക്കുമ്പോഴെല്ലാം ഇവിടെ ടിക്കറ്റ് നോക്കിയാണ്. ഇഫാൻ്റെ കോളേജിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ഒരു ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ നോക്കിയാണ്. അവന് ഓരോ വെക്കേഷനും ഈവൻ ഓരോ ഹോളിഡേയ്സ് വരെയും ആ ഒരു നാട്ടിലോട്ട് പോയിട്ട് അവിടെ ഇങ്ങനെ അവളെ നോക്കി അങ്ങനെ നിൽക്കലാണ് അവൻ്റെ പതിവ്. എന്നിട്ട് അവൻ അങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ഫ്ലൈറ്റും ട്രെയിനും എല്ലാം കയറി ഇങ്ങനെ പോകുന്ന ആ ഒരു രംഗം കാണിക്കുന്നു. അതാണ് ഇന്ന് അവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇവിടെ ഇഫാന് അവൾ ഒരു ടണൽ പൊളിഞ്ഞ ന്യൂസ് പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടീം എല്ലാവരും കൂടി ആ ഒരു നാട്ടിലോട്ട് പെട്ടെന്ന് വന്നിരിക്കുകയാണല്ലോ. ഇവിടെയാണെങ്കിലോ തകൃതിയായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടക്കുകയാണ്. ആകെ ടെൻഷൻ പിടിച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെയുള്ളത്. ഇവരെല്ലാവരും ഓൺ ദ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ബോസ് എല്ലാവരോടും ന്യൂസൊക്കെ പിടിക്കാൻ വേണ്ടി പറയുന്നു. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കണം, ആ ഒരു സേഫ്റ്റി നോക്കിയിട്ട് മാത്രം ന്യൂസ് പിടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇഫാന് അവളുടെ ആദ്യത്തെ ലൈവ് കൊടുക്കുകയാണ് അവരുടെ ചാനലിൻ്റെ. എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഏകദേശം 3-4 ടണലെല്ലാം വീണിട്ടുണ്ട്, അവർ രക്ഷാപ്രവർത്തനം തകൃതിയായിട്ട് നടത്തുന്നുണ്ട് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ ന്യൂസിലൂടെ എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്നാണ് അതിൻ്റെ ഇടയിലോട്ട് ഒരു പെൺകുട്ടിയുടെ അമ്മ ഓടി വരുന്നത്. അമ്മ കരഞ്ഞോട് പറയുന്നു അവരുടെ കുട്ടി ഈ ടണലിൽ പെട്ടിട്ടുണ്ട്, അവളെയാണെങ്കിലോ എല്ലാവരും കൂടി പിടിച്ച് നിർത്തുന്നുണ്ട്, അവളാണെങ്കിൽ ഇതിലോട്ട് ഓടി കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതും ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഇഫാൻ എന്തോ ഭയങ്കര വിഷമം വരുന്നു. അങ്ങനെ അന്ന് രാത്രിയായി. ഇഫാനും അവളുടെ കൊളീഗും കൂടി അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടയേർഡായിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബോസ് വന്നിട്ട് പറയും ഇനി കുറച്ച് റെസ്റ്റ് എടുത്താലോ, എന്നിട്ട് അവരോട് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ബോസ് ശ്രദ്ധിക്കുന്നത് ഇവളുടെ ചെവിയിൽ നിന്നും കുറച്ച് ബ്ലഡ് വരുന്നുണ്ട്. അത് കാര്യം പറയുമ്പോൾ ഇഫാനും അത് അപ്പോഴേ അറിയുന്നുള്ളൂ. അപ്പോൾ അവൾ ഈ തിരക്കിട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു പാർട്സ് അവളുടെ മേൽ വന്ന് വീണ് തട്ടിയതായിരിക്കാം എന്നൊക്കെ അവൾ പറയുന്നു. അങ്ങനെ ബോസ് തന്നെ അവൾക്ക് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുക്കുന്നു. അങ്ങനെ പിന്നീടുള്ള ന്യൂസ് എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം റൂം എത്തിയപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ട്. പിന്നെയാണ് അവൾ കിടക്കാൻ വേണ്ടി പോകുന്നത്. അവളുടെ റൂംമേറ്റ് ആയിട്ട് ആ ഒരു ഫ്രഷർ ഉണ്ടല്ലോ, ഇപ്പോൾ പുതിയ വന്ന ഇന്റേൺ, അവളും രണ്ടുപേരും കൂടിയാണ് ഒരേ റൂമിൽ നിൽക്കുന്നത്. എന്നാൽ ആ ഫ്രഷറിന് ഇതെല്ലാം കണ്ടിട്ട് ഇത്രയും വലിയ ഒരു ന്യൂസ് അവൾ ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് ബ്ലഡും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നവരെല്ലാവരും ചോരയെ കളി കളിച്ച് പോയിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് ഈ ഒരു ഫ്രഷറിന് ഭയങ്കര ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യുകയും അവൾ അറിയാതെ വൊമിറ്റ് ചെയ്യുന്നു. അത് കണ്ട ഇവിടെ ഇഫാൻ പറയുകയാണ് നമ്മൾ ജേർണലിസ്റ്റാണ്, നമ്മളുടെ ജോലി തന്നെ ഇതാണ്, അപ്പോൾ ബ്ലഡും കാര്യങ്ങളെല്ലാം ഇനിയും ഒരുപാട് കാണേണ്ടി വരും എന്നൊക്കെ അവൾക്ക് ചെറിയ ഒരു ഉപദേശം കൊടുക്കുന്നു. ഇഫാൻ ആണെങ്കിൽ നന്നായിട്ട് ടയർഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ കിടക്കാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്നും പറഞ്ഞിട്ട് അവൾ ജസ്റ്റ് ബെഡിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ അവളുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്നത്. നോക്കുമ്പോഴോ ഇവിടെ യാൻ്റെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാകും. അവൾ ഇപ്പോഴാണ് കാണുന്നത്. അവൻ ഓക്കെ അല്ലേ എന്ന് അവളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. അതിൽ ഇഫാന് അവൾ ഓക്കെയാണ്, സേഫാണ് എന്ന് റിപ്ലൈയും കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ജസ്റ്റ് കിടന്ന് ഉറങ്ങിയാണ്. ഇനി ഇപ്പോൾ ഏകദേശം ആ ഒരു ടണൽ വീണിട്ട് 38 മണിക്കൂർ കഴിഞ്ഞു. ഇവിടെ ഇഫാനെയും ഇവരെല്ലാവരെയും കൂടി പെട്ടെന്ന് വിളിക്കുകയാണ് അടുത്ത ന്യൂസ് റിപ്പോർട്ട് ചെയ്യണ്ടേ. അതിനു വേണ്ടിയിട്ട് എല്ലാവരോടും വേഗം റെഡി ആയിട്ട് ആ ഒരു സംഭവ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഇവർ അവിടെ എത്തിയപ്പോഴാണ് ആ ഒരു പെൺകുട്ടിയുടെ കാറ് ഇവർക്ക് ഇങ്ങനെ കുഴിച്ച് കണ്ടു കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ എല്ലാവരും അവരുടെ ആ ഒരു ന്യൂസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ധൃതിയായി. അതിൽ ആ ഒരു കുട്ടിയുടെ കൈ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനം നടത്തുവരുന്നവർ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അവളെ പുറത്തെടുക്കാൻ പറ്റി. എന്നിട്ട് സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോഴോ അവൾ അപ്പോഴും പറയുന്നത് അവളുടെ അച്ഛനുണ്ട് കാറിൽ, അച്ഛൻ അനങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ ഇവളെ രക്ഷപ്പെടുത്തിയ ആളുകളോട് അവളിങ്ങനെ കെഞ്ചിക്കാണ് പറയുകയാണ്. അത് കേട്ട് ഇവിടെ ഇഫാന് ഭയങ്കര വിഷമം വരുന്നു. അവൾക്ക് അവളുടെ അച്ഛനെയൊക്കെ മനസ്സിൽ വരികയാണ്. ഇനി അതേസമയം ഇവിടെ ഹോസ്പിറ്റലിൽ അവിടെ എത്തിച്ച ആളുകളുടെ ആ ഒരു വിവരങ്ങളെല്ലാം ഇവിടെ ഇഫാൻ്റെ കൊളീഗ് തന്നെ ലൈവായിട്ട് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ഒരു പെൺകുട്ടിയുടെ അമ്മ ഇവളെ ഈ ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞിട്ട് അമ്മ ഇവിടെ വന്നിട്ട് അവളുടെ പേരും പറഞ്ഞിട്ട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ ഈ ഒരു കൊളീഗ് അത് കേൾക്കുന്നത്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്യും നമുക്ക് ആ അമ്മയുടെ ഇൻ്റർവ്യൂ എടുത്താലോ എന്ന്. അതിനു മുന്നേ ഈ അമ്മയോടുമായിട്ട് അവളിങ്ങനെ പേഴ്സണലായിട്ട് സംസാരിക്കുകയാണ്. അതിൽ അമ്മ പറയുന്നത് ഈ അമ്മയും അവളുടെ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനും ഡിവോഴ്സാണ്. ഇവരാണെങ്കിലോ വിദേശത്തോട്ട് പോവുകയാണ്, ഈ അമ്മയും മകളും. അപ്പോൾ അവസാനമായിട്ട് അച്ഛൻ്റെ കൂടെ ഒരു യാത്ര, ഒരു ഫെയർവെൽ പാർട്ടി എന്ന രീതിയിൽ ഈ അച്ഛനും മകളും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ടണൽ വീഴുകയും അച്ഛനും മകളും അതിൽ കുടുങ്ങുന്നതും. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ പറയുന്നുണ്ട്. അതും ഭയങ്കര ഇമോഷണലായിട്ടാണ് ആ അമ്മ പറയുന്നത്. എന്നിട്ട് തൻ്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആദ്യ പിടിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടൊരു നേഴ്സ് വരുന്നത്. ഈ അമ്മയെ കണ്ടിട്ട് അമ്മയോട് വന്നിട്ട് പറയും മകൾ ഇപ്പോൾ ഓക്കെയാണ്, അവൾ
അവൾക്ക് അമ്മയെ കാണണമെന്ന് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ യമക്ക് ഭയങ്കര സന്തോഷമാവുകയും അവളുടെ അടുത്തോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട കൊളീഗ്, അവളിപ്പോൾ വെറും ഒരു പെണ്ണല്ലല്ലോ, അവളിപ്പോൾ അമ്മയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഫീലിങ്സ് ഒക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ആവുകയാണ്. അപ്പോൾ തന്നെ അവളുടെ അമ്മയ്ക്ക് വിളിക്കുകയാണ്. ഈ അമ്മയാണ് അവളുടെ മകളെ ഏൽപ്പിച്ച് പോയിട്ടുള്ളത്. അങ്ങനെ തൻ്റെ മകൾ ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ അമ്മ പറയും അവൾ ഭയങ്കര ഓക്കെയാണ്, നീ എന്തെങ്ങനെ വിഷമിക്കുന്നത്, ഞാനില്ല അവളെ നോക്കാൻ, നീ സേഫായിട്ട് നിൽക്ക്, അവൾക്ക് ഒരു പ്രശ്നവുമില്ല, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ ഭയങ്കര കോൺഫിഡൻറ്റോട് കൂടി പറയുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷവും കരച്ചിലും എല്ലാം വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോസ് അങ്ങോട്ട് വരുന്നത്. ബോസും ഇവളുടെ ആ ഒരു ഇമോഷൻ അറിഞ്ഞതുകൊണ്ട് തന്നെ ബോസ് പറയും, നീ ഇനി ആ ഒരു സംഭവ സ്ഥലത്തോട്ട് വരണ്ട, നീ ഇവിടെ ഹോസ്പിറ്റലിലെ ന്യൂസ് മാത്രം പിടിച്ചാൽ മതി എന്ന് പറയും. അതായത് ഇവൾക്കിപ്പോൾ ആ ഒരു രംഗങ്ങളും ആ ഒരു ചോരയും ഒന്നും കാണാനുള്ള ഒരു മനഃശക്തി ഇല്ല എന്ന് ഈ ബോസിന് മനസ്സിലായത് കൊണ്ട് തന്നെ ഇവളെ ഒന്ന് കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് അവളോട് ഇവിടുത്തെ ന്യൂസ് മാത്രം പിടിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. അതൊക്കെ കണ്ട അവൾക്കും ഭയങ്കര ഒരു ആശ്വാസം ഫീൽ ചെയ്യുകയാണ്. ഇനി വീണ്ടും ആക്സിഡൻറ്റ് നടന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന അവരുണ്ടല്ലോ, അവർ ഒരു പ്രസ് മീറ്റ് കൊടുക്കുകയാണ്. അവർ പറയുന്നത് ആ കാറിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ അച്ഛൻ അവരെ കണ്ടു കിട്ടാനായിട്ടില്ല. മാത്രവുമല്ല ഇപ്പോൾ 2-3 തവണയായി മണ്ണിടിച്ചിലുണ്ട്. അപ്പോൾ കാർ ഒന്നുകൂടെ താഴത്തോട്ട് പോയിട്ടുണ്ട്. അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു നിമിഷം പോലും റെസ്റ്റ് എടുക്കാതെ അവർ മാക്സിമം അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിലാണ് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് സ്വകാര്യമായിട്ട് ഇയാളോട് പറയുന്നത് അവർക്ക് ആ കാർ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന്. അത് കേട്ടതും ഇയാൾ നേരെ അങ്ങോട്ട് ഓടുന്നു. എന്തോ ഒരു സംഗതി കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഈ ഒരു മാധ്യമപ്രവർത്തകരെല്ലാവരും കൂടി അയാളുടെ പിന്നാലെ ക്യാമറയും തൂക്കിക്കൊണ്ട് ഓടുകയാണ്. അങ്ങനെ അവർ കാർ കണ്ടുപിടിച്ച് അതിൽ നിന്നും ആ അച്ഛനെ അവർ രക്ഷപ്പെടുത്തുകയാണ്. അച്ഛനാണെങ്കിൽ നന്നായിട്ട് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഒരു വിധത്തിൽ അവരെ ആംബുലൻസിൽ കയറ്റുമ്പോൾ എന്നാൽ അവർക്ക് ഒരു ചെറിയ ബോധം മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് പോലും തൻ്റെ മകളെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. ഇനി അന്നത്തെ ആ ഒരു വർക്കും കഴിഞ്ഞിട്ട് ഇഫാന് അവൾ ഭയങ്കര ടയേർഡായിട്ട് റൂമിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴും അവളുടെ ആ ഒരു വീഡിയോസ് എല്ലാം അവൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവൾ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൂടെയുള്ള ആ ഫ്രഷർ വന്നിട്ട് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത് ഇത്രയും ടയേർഡായ ഈ ഇഫാന് വീണ്ടും വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അവൾക്ക് എന്തോ ഭയങ്കര ബഹുമാനം തോന്നുകയാണ് ഇവളോട്. എന്നിട്ട് അവർ പ്രത്യേകം അവളെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവിടെ എൻ്റെ മെസ്സേജ് അവൾക്ക് വരുന്നത്. അതിലെ ഇഫാന് ഇവളോട് പറയും, ഞാനൊന്ന് പുറത്ത് പോയിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് അവളുടെ ആ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് നേരെ പുറത്തോട്ട് പോവുകയാണ്. എന്നാൽ ഞാൻ അയച്ചിരിക്കുന്ന മെസ്സേജ് ഇനി അവൻ്റെ ആ ഒരു ബർത്ത്ഡേക്ക് 9 ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന ഒരു റിമൈൻഡറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇവളിങ്ങനെ വായിച്ച് അതിന് റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഇവൾക്ക് അടുത്ത വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു റിപ്ലൈ മുഴുവനാക്കാൻ പറ്റിയില്ല. അവൾ വേഗം ഡ്യൂട്ടിയിലോട്ട് കയറുകയാണ്. ഇനി അതും കഴിഞ്ഞ് നല്ല ലേറ്റ് ആയിക്കൊണ്ടാണ് പിന്നെ അന്ന് രാത്രി അവൾ വരുന്നത്. അവൾ ടോട്ടലി ടയേർഡാണ്. അങ്ങനെ ഒരു ചെറിയൊരു സമയം ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ അവൾ ഇരുന്ന് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവന് അടുത്ത മെസ്സേജ് അയക്കുന്നു, നീ വരുമ്പോൾ എനിക്കൊരു ആപ്പിൾ കൊണ്ടുവരണമെന്ന് പറയുന്നു. അതായത് ചൈനീസിൻ്റെ വിശ്വാസപ്രകാരം അവർക്കൊരു കുഞ്ഞു വിശ്വാസമുണ്ട്. ആരെങ്കിലും ക്രിസ്മസ് ഈവിൽ ആപ്പിൾ കഴിച്ചാൽ അവർക്ക് ആ ഒരു ഇയർ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഭയങ്കര സമാധാനവും ഭയങ്കര സേഫുമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും, ഒരു ഇയർ ആയിരിക്കും എന്നൊരു ബിലീവ് ഉണ്ട് അവർക്ക്. അതാണ് ഇവിടെ ആപ്പിൾ എന്ന് അവൻ ഉദ്ദേശിച്ചത്. പിന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു അവൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും അവൾക്ക് എത്താൻ കഴിയുമായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. അവളുടെ കയ്യിലുള്ള ഒരു ബുക്കിൽ ഒരു ആപ്പിളിൻ്റെ ചിത്രം വരച്ചിട്ട് അവനക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് തൽക്കാലം നീ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ, പിന്നെ ഞാൻ നേരിട്ട് വരുമ്പോൾ എനിക്ക് ശരിക്കുമുള്ള ആപ്പിൾ കൊണ്ടുവന്ന് തരാമെന്നും പറയുന്നു. അതൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് പറയുന്നത്. അത് കണ്ട് ഇവനക്കും ഭയങ്കര സന്തോഷമാകുന്നു. പിന്നീട് അവന് പറയുന്നുണ്ട്, നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഡോറ് നന്നായിട്ട് ലോക്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കിടക്കണമെന്ന്. എന്നിട്ട് പറയും, നീ എന്നോട് കാണിക്കുന്നത് പോലെ അവിടെ വേറെ ആരോടും കാണിക്കാൻ നിൽക്കണ്ട, ഞാൻ നിന്നോട് പ്രതികരിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല അവർ പ്രതികരിക്കുന്നത് എന്ന് പറയുന്നു. ഇവളുടെ ആ ഒരു ഉറക്കത്തിൽ നടന്നിട്ട് അവനെ ആക്ച്വലി ഇവനക്കൊരു അസൂയാണ് അവരെ കെട്ടിപ്പിടിക്കുമോ എന്നൊക്കെ, പക്ഷെ പറയുന്നത് ഇങ്ങനെയാണെന്ന് മാത്രം. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഏകദേശം ആ ഒരു ടണലിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട് ഇന്നേക്ക് 6 ദിവസമായി. എന്നിട്ട് അന്നത്തെ ന്യൂസ് അവർ കൊടുക്കുകയാണ് ഇഫാനെ. അവൾ പറയുന്നത് ഏകദേശം 3 ടണലോളം മണ്ണിടിച്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം റിക്കവറി ചെയ്തിട്ടുണ്ട്, ഏകദേശം 18 പേര് നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടങ്ങളും അതിൽ എത്ര പേര് മരിച്ചു, എത്ര പേര് റിക്കവറായി വന്നു എന്നതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസും അവർ കൊടുക്കുകയാണ്. ഇനി ഏകദേശം അവരുടെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബോസ് എല്ലാവരെയും ഈ ഒരു വർക്ക് ചെയ്ത എല്ലാവരെയും പിടിച്ചിരുത്തിക്കൊണ്ട് അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരുടെ ഇത്രയും ഹാർഡ് വർക്ക് കൊണ്ട്
കൊണ്ടാണ് ഇത്രയും നല്ലൊരു റിസൾട്ട് തങ്ങളുടെ ആ ഒരു ചാനലിന് കിട്ടിയത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവരോട് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അടിപൊളി ട്രീറ്റ് തരും, അപ്പോൾ എല്ലാവരുടെയും ഈ വർക്ക് കഴിഞ്ഞു, ഇനി നാട്ടിലോട്ട് പോകാമെന്ന് പറയുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, കാരണം ഒരുപാട് ദിവസമായി ഇതിൻ്റെ പിന്നാലെ ചുറ്റിപ്പറ്റി നടക്കുന്നു. ഇഫാനാണെങ്കിൽ അതിലേറെ. ശരിക്കും പറഞ്ഞാൽ നാളെയാണ് ഇവിടെ യാൻ്റെ ബർത്ത്ഡേ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് തന്നെ അവൾക്ക് പോകാൻ പറ്റും എന്ന ഒരു സന്തോഷം. അവർ വിചാരിച്ചതുപോലെ ആ ഒരു ബർത്ത്ഡേ പാർട്ടി എല്ലാം അറേഞ്ച് ചെയ്യാമെന്നും. പക്ഷെ പെട്ടെന്നാണ് അവൾക്കൊരു ട്വിസ്റ്റ് വന്നത്. ബോസ് പറയുന്നത് അവളോടും 2 പേരോടും മാത്രമായിട്ട് ഇവിടെ നിൽക്കാൻ, ബാക്കിയുള്ളവരെല്ലാവരും പോട്ടെ. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു വർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ രക്ഷപ്പെട്ട ആ ഒരു ഫാമിലിയുടെ എല്ലാവരുടെയും ഇൻ്റർവ്യൂ എടുക്കണമെന്ന് പറയുന്നു. അത് കേട്ടതും ഇഫാന് ഭയങ്കര വിഷമമാകും. അവളുടെ സന്തോഷങ്ങളെല്ലാം മാഞ്ഞുപോയി. ഇനി അത് കഴിഞ്ഞ് അവൾ ആ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. ഇവിടെ ആ അച്ഛൻ്റെ മകളുടെയും ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ അവരിപ്പോൾ ഡിവോഴ്സ് ചെയ്തിട്ട് പിന്നെ ഭാര്യ ഈ മകളെയും കൂട്ടിയിട്ട് പോവുകയാണല്ലോ. അപ്പോൾ ഈ മകളെ അവസാനമായിട്ടാണ് ഇപ്പോൾ ഇയാൾക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് അതിൻ്റെ സങ്കടങ്ങളെല്ലാം പറയുമ്പോൾ, ഈ ഒരു ഡിവോഴ്സിൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഇഫാൻ പറയും, നമുക്ക് ആ ഒരു ടോപ്പിക്ക് സംസാരിക്കണോ, മകൾക്ക് വിഷമമാകില്ല എന്ന് പറയുമ്പോൾ ഈ അച്ഛൻ പറയും, അവളിപ്പോൾ ഭയങ്കര ധൈര്യശാലിയാണ്, അവൾക്ക് എല്ലാം മനസ്സിലാകും, അവളെ സ്വന്തമായിട്ട് പ്രാപ്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിമാനത്തോടു കൂടി ആ മകളെ പറ്റി ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ ഒരു രംഗങ്ങളെല്ലാം ഇവിടെ ഇഫാനും ഭയങ്കര ഇമോഷണലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ താമസ സ്ഥലത്തോട്ട് തന്നെ പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവിടെ അതേ ഹോസ്പിറ്റലിൽ ആരോ അവളുടെ പേര് വിളിക്കുന്നു. അവൾ അങ്ങോട്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് അത് ആരാ എന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. കൂടെയുള്ളവരാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇവളുടെ ഈ നൃത്തം കണ്ടിട്ട് എന്താ പറ്റിയതെന്ന്. അതിൽ ഇവൾ പറയും ആരോ തൻ്റെ പേര് വിളിച്ചെന്ന്, ആരാന്ന് കണ്ടില്ല എന്ന് പറയുമ്പോൾ ഇവരും പറയും ഞങ്ങളും ആരും കേട്ടില്ലല്ലോ, നിനക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറയുന്നു. അതിൽ പിന്നെ ഇവളും എന്നാൽ തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ആരോ അവളെ കാര്യമായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആരാണെന്ന് നമുക്ക് വഴിയെ പറയാം. ഇനി അത് കഴിഞ്ഞ് അന്ന് രാത്രി 12 മണി ആകുന്നത് വരെ ഇഫാൻ വെയിറ്റ് ചെയ്യുന്നു. 12 മണി കഴിഞ്ഞതും അവൾ നേരെ യാനെ വിളിക്കുകയാണ്, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട്. എന്നിട്ട് അവനോട് അവൾ ഇല്ലാത്തത് കൊണ്ട് വിഷമിക്കേണ്ട, കേക്ക് ഉടനെ വരും, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതൊരു ട്രയലായിട്ട് എടുത്താൽ മതി, ശരിക്കുമുള്ള സെലിബ്രേഷൻ ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറയുന്നു. അതിൽ ഇവൻ ചോദിക്കും എല്ലാവരുടെയും ജോലി കഴിഞ്ഞിട്ടും നീ എന്താ വരാത്തെന്ന് പറയുമ്പോൾ ഇവൾക്ക് കിട്ടിയ പുതിയ വർക്കിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ നാളെ ഇനി അവൾ ഫ്രീ ആക്കാൻ ചാൻസ് ഉള്ളൂ, അപ്പോഴേക്കും ഇവൻ്റെ ബർത്ത്ഡേ കഴിയല്ലോ എന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, നമുക്ക് എൻ്റെ ഈ ഒരു വർഷത്തെ എൻ്റെ ഈ ബർത്ത്ഡേ ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് നീട്ടാം, ശരിക്കും എനിക്ക് നാളെ ആക്കാം നമ്മുടെ ബർത്ത്ഡേ, അപ്പോൾ ഇനി ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് എന്ന് അവന് റിമൈൻഡർ എന്ന് പറയുന്നത് പോലെ പറയുന്നു. അത് കേട്ട് ഇവൾക്കും ഭയങ്കര സന്തോഷമാകുന്നു. അങ്ങനെ ആ ഒരു ദിവസം കൂടി അവൾക്ക് നീട്ടിക്കിട്ടിയ അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം രാവിലെ ഇഫാൻ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴ. അവൾ ഈ ഒരു റെയിന് നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ അവൾ നടന്ന് അവൾ പണ്ട് പഠിച്ച ആ ഒരു സ്കൂളിലെത്തുന്നു. ആക്ച്വലി ഈ ഒരു നാട്ടിൽ തന്നെയാണ് അവൾ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്നത്. ഇതേ സ്കൂളിൽ തന്നെയാണ് അവൾ പഠിച്ചിരുന്നത്. അവൾ ആ സ്കൂളെല്ലാം നോക്കിയിട്ട് അവളുടെ ഓർമ്മകളെല്ലാം അങ്ങനെ പുതുക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു പയ്യനും ഒരു പെൺകുട്ടിയും അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നത്. എന്നാൽ ഇഫാൻ അവരെ പിന്തുടർന്ന് അങ്ങനെ നടക്കുകയാണ്. അവരാണെങ്കിലോ പണ്ട് യാനും ഇഫാനും എങ്ങനെയാണോ നടന്നത്, ഏത് വഴിയിലൂടെയാണോ നടന്നത്, ആ വഴിയിലൂടെ അങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ ഇഫാൻ ഇങ്ങനെ പിന്നിലുണ്ടല്ലോ, അവൾക്കിങ്ങനെ തോന്നുകയാണ്, അവളിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ് താനും യാനുമാണ് അത് എന്ന്. എന്നിട്ട് അവൾ അവരെ നോക്കി അങ്ങനെ പോകുമ്പോൾ അവരാണെങ്കിൽ നേരെ ഒരു നൂഡിൽസൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പിലോട്ടാണ് കയറി ചെല്ലുന്നത്. നോക്കിയപ്പോഴോ ഇവൾ പണ്ട് യാൻ്റെ കൂടെ എപ്പോഴും ഒരു റെസ്റ്റോറൻറ്റിൽ പോകാറില്ലേ, അവിടെ വെച്ചിട്ട് കമ്പൈൻ സ്റ്റഡി, അതേ റെസ്റ്റോറൻറ്റ് തന്നെയാണ് അത്. അതിൽ പിന്നെ ഇഫാനും അതേ ആ ഒരു ഷോപ്പിലോട്ട് കയറുന്നു. അവളിങ്ങനെ ആ നൊസ്റ്റാൾജി ഇങ്ങനെ അടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവിടെയുള്ള ഓരോ എഴുത്തും എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് അവരുടെ പഴയ ആ ഒരു കാലഘട്ടങ്ങളും യാനും അവളും ഒരുമിച്ചിരുന്ന് പഠിച്ചതും അവൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതും എല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ട് ഭയങ്കര രസത്തിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് അവിടുത്തെ ആ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ ഇവളെ കണ്ടിട്ട് നീയല്ലേ പണ്ട് ഇവിടെ ഇരുന്ന് പഠിച്ചിരുന്ന ആ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഓർമ്മയും അയാളിങ്ങനെ പുതുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് അവളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവൾ പഠിച്ച കോളേജും പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ എപ്പോഴെന്തോ ചെയ്യുന്നത് എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പണ്ട് ഇവൾ എന്താണ് ഓർഡർ ചെയ്തിരുന്നത് അത് തന്നെ ഓർഡർ ചെയ്യുന്നു. പിന്നെ അവൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുമുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളിങ്ങനെ ഓർക്കുന്നത് പണ്ട് യാൻ്റെ കൂടെയും അവൾ ഇവിടെ ഇരുന്നതും, എന്നിട്ട് ഇവളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ അവൾ ഓർത്തോർത്ത് അവസാനം അവരുടെ ആ ഒരു ഗുഡ് ബൈ സീനിലെത്തുന്നു. ഇതുപോലത്തെ ഒരു മഴയത്താണ് അവനോട് ഗുഡ് ബൈയും പറഞ്ഞു പോയത്. അവനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തിയതും ഒരു മഴയത്താണ്. അതുകൊണ്ട് തന്നെ അവനോടുള്ള ഇഷ്ടം ഇപ്പോഴാണ് എനിക്ക് ഏറ്റവും പറയാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള സമയം എന്നും പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ അവൾക്ക് ഫോൺ ചെയ്യുകയാണ്.
അവനാണെങ്കിൽ ഇങ്ങനെ ഒരു കോള് കണ്ടതോടുകൂടി എന്തോ ഒരു ടെൻഷൻ ആയിക്കൊണ്ടാണ് എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത്. അതിൽ ഇഫാന് പെട്ടെന്ന് പറയുന്നു, നീയല്ല എന്നോട് ഒരിക്കൽ പറഞ്ഞത് നിൻ്റെ പിന്നാലെ ഞാൻ നടക്കുന്നത് നിന്നെ വളക്കാനാണ്, നിന്നെ യൂസ് ചെയ്യാനാണ് എന്നൊക്കെ. അന്നെല്ലാം അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതായി. പക്ഷേ ഇപ്പോൾ ഞാൻ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യവുമാണ് അത് എന്ന് ഇൻഡയറക്റ്റായിട്ട് അവളുടെ ഇഷ്ടം പറയുന്നു. എന്നിട്ട് അവനോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് നീ ആലോചിക്ക്, എന്നിട്ട് നീ തന്നെ എല്ലാം കണ്ടുപിടിക്കുക എന്നും ഒരു ക്ലൂവും കൊടുത്തുകൊണ്ട് അവൾ പെട്ടെന്ന് അങ്ങോട്ട് ഫോണ് കട്ട് ചെയ്യും. അവൾക്ക് അടിമുടി വിറക്കുകയാണ്. അവൾ ആകെ നെർവസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് അഭിമാനിക്കുന്നുമുണ്ട്. കാരണം അധികം ബോറില്ലാതെ അധികം ചളവാക്കാതെ അവൾ നല്ലൊരു അടിപൊളിയായിട്ട് അവനെ പ്രപ്പോസ് ചെയ്തു. ഒന്ന് ഇത്തിരി ആലോചിക്കണമെന്നേ ഉള്ളൂ. എന്തായാലും അവൾ ഭയങ്കര ഹാപ്പിയാണ്. ശേഷം അതേ ഷോപ്പിൽ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങളും കൂടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മഴയാണെങ്കിൽ ഇപ്പോൾ തോരുന്നതേയില്ല. അതിൽ ആ ഒരു സ്റ്റാഫ് വന്നിട്ട് അവളോട് കൂടെ വേണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, വേണ്ട, ഞാൻ മഴ മാറിയിട്ട് പോയിക്കോളാം, അതുവരെ ഞാൻ ഇവിടെ കുറച്ചധികം നേരം നിന്നോട്ടെ എന്ന് പറയുമ്പോൾ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് ഭയങ്കര സന്തോഷം. ഇവൾക്കാണെങ്കിലും ഇവൾ മനസ്സിൽ വിചാരിക്കും, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വരുമോ ഇല്ലേ ഒന്നും അറിയില്ല, പിന്നെ ഇനി വരികയാണെങ്കിൽ തന്നെ ഏത് കാലത്താണെന്നും അറിയില്ല. അപ്പോൾ ഈ നിൽക്കുന്ന സമയം മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യുക, എനിക്ക് കുറച്ച് നേരം കൂടി ഈ ഒരു ഫീലിൽ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ അവൾ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ആരോ ഡോറ് തുറന്ന് വരുന്ന ഒരു ശബ്ദം. ആ ഒരു സ്റ്റാഫ് വരുന്ന ആളോട് ചോദിക്കും, ഏത് തരം ഫുഡാണ് വേണ്ടതെന്ന്. അതിൽ ആ വന്ന ആൾ പറയുന്നു, എനിക്കിപ്പോൾ ഫുഡല്ല വേണ്ടത്, ഞാൻ ഇവിടെ ഒരാളെ പിടിക്കാൻ വേണ്ടി വന്നതാ, എനിക്ക് വേണ്ടി ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ടുപോകാൻ വന്നതാ എന്ന് പറയുന്നു. അതിൽ ഇഫാന് വളരെ പരിചയമുള്ളൊരു ശബ്ദം എന്നും വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടി നോക്കുമ്പോൾ സാക്ഷാൽ യാന് ഇവളുടെ തൊട്ടു മുന്നിൽ. അതെ, ഇവള് ഇപ്പോൾ കുറച്ച് മുന്നേ പ്രപ്പോസ് ചെയ്ത അതേ യാന്. അവൾ ആകെ നെട്ടിത്തരിച്ച് ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാകാതെ അങ്ങനെ നിൽക്കുകയാണ്. അവനാണെങ്കിലോ ഒരു കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് നേരെ ഇവളുടെ അടുത്തോട്ട് വരും. ഒരു ഇമ പോലും വെട്ടാതെ ഇവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു വിധത്തിൽ അവൾ ചോദിക്കും, നീ എങ്ങനെ ഇവിടെ, നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെയാണ് ഉള്ളതെന്ന് എന്ന് ചോദിക്കുമ്പോൾ അവന് ചിരിച്ചുകൊണ്ട് പറയും, എല്ലാം ഒരു മാജിക് ത്രൂ എനിക്ക് കിട്ടിയതാ, പിന്നെ നീ ഇവിടെ അല്ലാതെ പിന്നെ എവിടെ ഉണ്ടാകുക. അതിൻ്റെ ഇടയ്ക്കാണ് ആ സ്റ്റാഫ് ഇവനെ കണ്ടിട്ട്, ഓ നീയല്ലേ ആ പയ്യനെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ഭയങ്കര ഹാപ്പിയാണ്. അയാൾ പറയും, ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ പിരിഞ്ഞു പോയിട്ടും ഉണ്ടാകുമെന്ന്, പക്ഷേ നിങ്ങളെ എപ്പോഴും ഒരുമിച്ച് കണ്ടതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അഭിനന്ദിക്കുന്നതൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാനിവിടെ അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഇഫാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർ തമ്മിൽ പണ്ട് സംസാരിച്ച ഒരു കാര്യം ആലോചിക്കും. അതായത് ഇവർ ഒരുമിച്ച് ആ ഒരു കമ്പൈൻ സ്റ്റഡിൻ്റെ സമയത്ത് ഞാൻ ഇവളോട് ചോദിച്ചിരുന്നു, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരാഗ്രഹമുണ്ടോ എന്ന് പറയുമ്പോൾ ഇഫാൻ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് പറയും, എനിക്ക് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം, വെറും ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലം മാത്രമായിരിക്കരുത്, സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സ്ഥലവും അവർക്ക് ഫുഡ് എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാനും പിന്നെ അതുപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്നവർക്ക് അവർക്ക് ബാക്കിയുള്ള സമയം ഭയങ്കര കൂളായിട്ട് ഇരിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറോട് കൂടിയ ഒരു റെസ്റ്റോറൻറ്റാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് അവൻ അപ്പോഴേ പകൽക്കിനാവൊക്കെ കാണോ എന്ന് പറയില്ലേ. അവനും ഇഫാനും കൂടി കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് അങ്ങനെ അവൾ വിചാരിക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നു എന്നൊക്കെ അവനിങ്ങനെ ഒരു കിനാവും കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇവൻ ഇപ്പോഴും ആ ഒരു കാര്യം അവൾ അന്ന് പറഞ്ഞ കാര്യമെല്ലാം ഓർക്കുന്നുണ്ട്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് അവൻ ഇപ്പോൾ തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, ആ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി കാണിക്കുന്നത്. അവന് ഇവൾ അന്ന് പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് അവൻ ആക്ച്വലി തുറന്നത്. ഇവളുടെ എല്ലാ ആഗ്രഹങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കാര്യവും കാണിക്കുന്നു. പിന്നെ ഒരുപാട് നേരം ആ ഒരു റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തോട്ട് വരികയാണ്. അങ്ങനെ ഇവനാണെങ്കിൽ നല്ലൊരു കൂടെയൊക്കെ കൊണ്ട് നിന്നിട്ടുണ്ട്, മഴയൊന്നും മാറിയിട്ടില്ല. അങ്ങനെ പിന്നെ ഇവൾക്ക് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ജാക്കറ്റ് ഊരി പുതപ്പിക്കുന്നു. അങ്ങനെ എല്ലാം അവന് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അവനിങ്ങനെ ഭയങ്കര രീതിയിൽ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് പറയുന്നുണ്ട്, നീ എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് ഏകദേശം മനസ്സിലായി, എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം അത് നിനക്ക് കേൾക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് നിർത്തിയിട്ട് പറയും, നിനക്കൊരു കാര്യം അറിയോ, നിന്നെ ഞാൻ കണ്ടുമുട്ടിയ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണുണ്ടായിട്ടില്ല, നിന്നെ മാത്രമാണ് അന്നു മുതലേ ഞാൻ ഇഷ്ടപ്പെടുന്നത്, വേറൊരാൾക്കും ഞാൻ പ്രവേശനം കൊടുത്തിട്ടില്ലെന്ന് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് പറയണേ. അത് കേട്ടപ്പോൾ ഇവൾക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവളും അതിൻ്റെ ബാക്കി കൂട്ടിച്ചേർക്കുകയാണ്. ഇവനോട് പറയും, ഇന്നു മുതൽ നീ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, നമ്മൾ കപ്പിൾസാണ് എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷം. ഞാനാണെങ്കിൽ കരച്ചിലൊക്കെ വരുന്നുണ്ട്. അവൻ എത്ര കാലമായിട്ട് ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു, അവൻ എന്തൊക്കെ ചെയ്തു, എന്നിട്ട് അവസാനം അവൻ്റെ ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു.
അങ്ങനെ ആ ഒരു തണുത്ത ക്ലൈമറ്റിലൂടെ അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് രണ്ടുപേരും. ഇഫാന് പെട്ടെന്ന് ഒരു പഴങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കുഞ്ഞ് കട കാണുന്നു. ഇഫാന് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നു. എനിക്കൊരു സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആപ്പിൾ മേടിക്കുകയാണ്. അതിൽ ഇവന് ആപ്പിളോ ഈ ഒരു സമയത്തോ എന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ പറയും, ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് ഞാൻ നേരിട്ട് തരാമെന്ന്. അതിൽ ഇവനിക്കും ഭയങ്കര സന്തോഷമാകും. അതായത് ഈ ആപ്പിൾ കൊണ്ട് അവന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര അവൻ്റെ ഇനി വരുന്ന ഇയർ അത് സേഫായിട്ടും ഭയങ്കര സമാധാനത്തിലുള്ള ഒരു ഇയർ ആയിരിക്കണമെന്ന് ഇവൾ വിഷ് ചെയ്യുകയാണല്ലോ. എന്നിട്ട് ഇവൻ്റെ ആ ഒരു സന്തോഷമുഖവും എല്ലാം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. പക്ഷേ പതിവ് പോലെ തന്നെ ഒരു രംഗം കൂടി ഇവൻ ഇങ്ങോട്ട് വരാനുണ്ടായ ആ ഒരു സാഹചര്യവും ആ ഒരു ദിവസവുമാണ് കാണിക്കുന്നത്. ആക്ച്വലി ഇവൻക്ക് ക്രിസ്മസ് ഈവൊക്കെ വിഷ് ചെയ്ത് പിന്നെ ഒരു ആപ്പിളിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നല്ലോ. ആ കോളിന് ശേഷം ഇവിടെ ആക്ച്വലി അവൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു ഇവളുടെ അടുത്തോട്ട് പോകണമെന്ന്. എന്നിട്ട് ഇവളെ ഓൾറെഡി അതിൻ്റെ ടിക്കറ്റും എല്ലാം റെഡിയാക്കി വെച്ച ഒരു സമയത്തായിരുന്നു ഈ കോള്. പിന്നെ അവനൊന്നും ആലോചിച്ചില്ല, നേരെ ഇവളുടെ അടുത്തോട്ട് വരികയാണ്. അങ്ങനെ ട്രെയിൻ കയറി വരുമ്പോൾ ആ ഒരു സമയത്താണ് ഇഫാനെ അവളുടെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി വിളിക്കുന്നത്. അതായത് അവൾ അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ആ ഒരു മഴയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ വിളിച്ചത്. എന്നിട്ട് പെട്ടെന്ന് യാനോട് ആ ഒരു കാര്യം പറയുകയാണ്, അവനെ ഇഷ്ടമാണെന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ ആ ഒരു രംഗം. ആക്ച്വലി അവനക്ക് അതെല്ലാം കേട്ടിട്ട് ആദ്യം ഭയങ്കര ഷോക്കാകുകയും അവനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രക്കും ഭയങ്കര ഒരു രീതിയിൽ നിൽക്കുകയാണ്. പിന്നീട് അത് ഭയങ്കര സന്തോഷമാവുകയും അത് സ്വപ്നമല്ല യാഥാർത്ഥ്യമായിട്ട് നടന്നതാണ് എന്ന് അവന് റിയലൈസ് ചെയ്യുകയും അങ്ങനെ ആ ഒരു അവൻ്റെ അടിപൊളിയായിട്ടുള്ള വികാരങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ആ ഒരു സീനാണ് അത്. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ശരിക്കും അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയായെന്ന് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.